ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ റൂം ടൂർ എടുക്കാട്ടോ കേട്ടോ. അപ്പോൾ നമുക്ക് റൂം ഒന്ന് കാണാൻ വായോ. അപ്പോൾ നമുക്ക് ആദ്യം ഹോളിൽ പോയിട്ട് ഞാൻ റൂമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ ശേഷം നമുക്ക് റൂം മൊത്തമായിട്ട് കാണാം കേട്ടോ. കമോൺ. ഇവിടെ ഒരാൾ അടക്കിയിരുത്തിയേക്കട്ടെ. കാരണം ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ആകെ വന്നിട്ട് അലമ്പാക്കി. അപ്പം മറ്റാളെ ടാബ് കൊടുത്ത് സെറ്റ് ആക്കിയേക്ക്, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഫുൾ അവിടെ ഇവിടെ ഒക്കെ വലിച്ചു വാരിയിട്ട് ഇറങ്ങി ഓടും. അപ്പോൾ പിന്നെ അവനെ സെറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ നടക്കും. അപ്പോൾ ഇതാട്ടോ നമ്മളെ സിറ്റ് ഔട്ട് അല്ലെ സിറ്റിംഗ് ഏരിയ, മെയിൻ ഏരിയ. അപ്പം ഞാൻ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും കേട്ടോ. ഞാൻ അങ്ങനെ രാത്രി മാത്രമാണ് റൂമിൽ ഉറങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവനെ ഉറക്കാൻ വേണ്ടി പോകുമ്പോൾ. അല്ലെങ്കിൽ ഫുൾ ടൈം ഈ ഏരിയയിലാണ്. കാരണം ഇവിടെയാണ് കിച്ചൺ. അപ്പം ഞാൻ കിച്ചണിൽ പോകും. പിന്നെ ഞാൻ ഫ്രീ ആകുമ്പോൾ TV ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങോട്ട് വരും. ഫുൾ ടൈം ഞാൻ മിക്ക ഈ സോഫയിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്നോട് 2-3 ആൾക്കാർ ഞാൻ അങ്ങനെ ഡേ ഇൻ മൈ ലൈഫും അങ്ങനത്തെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ റൂമിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ ദോഹയിലുള്ള ആൾക്കാരെ കാണിച്ച് ഞാൻ പറയുന്നത്, നമ്മൾ ഖത്തറിൽ തുമാമയിലാണ്. തുമാമിൽ കുറേ ഫുർജാൻ മാർക്കറ്റുകളുണ്ട്. ആ ഫുർജാൻ മാർക്കറ്റിൽ ഫുർജാൻ 34-ലാണ് നമ്മളുള്ളത്. നമ്മളത് വലിയ അപ്പാർട്ട്മെന്റ് ആട്ടോ. അപ്പൊ ഈ വില്ലയിൽ ഏകദേശം ഒരു 6 റൂംസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓരോ റൂമും വ്യത്യസ്ത, എല്ലാ റൂമും ഒരേപോലെ അല്ല കേട്ടോ. ഓരോ റൂമും വെവ്വേറെ റൂമുകളായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ഞാൻ ഇപ്പൊ പെർമനന്റ് ആയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ മെയിൻ കൺസേൺ, ഞാൻ റൂം നോക്കുന്ന സമയത്ത് ഞാൻ ഷാമിയാക്കോട് പറഞ്ഞു തരുന്നത്, റൂം എനിക്ക് നല്ല വലിപ്പമുള്ള ഹോളും അതുപോലെ തന്നെ വലിപ്പമുള്ള കിച്ചണും വേണമെന്ന്. കാരണം ഞാൻ മെയിനായിട്ട് ഇവന്റെ കാര്യം നോക്കിയത്. ഇവനക്ക് ഏകദേശം 1.5 വയസ്സാകുമ്പോഴാണ് നമ്മളിങ്ങോട്ട് വന്നത്. അപ്പൊ ഇവനക്ക് ഓടി കളിക്കാനും ഇതുപോലെ വിക്രസ് ഹട്ടാനും ഓടി കളിക്കാനൊക്കെ നല്ല വലിയ ഹോൾ ഉണ്ടല്ലേ നമുക്ക് ഓടി കളിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ 4 ചുമരിന്റെ ഉള്ളിലില്ലെങ്കിൽ നമ്മള് ഇല്ലെങ്കിൽ 4 ചുമരിലാകെ കുട്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ കൺജസ്റ്റഡ് ആവൂല. അപ്പൊ ഹോള് വലുതാണെങ്കിൽ നല്ലപോലെ ഇങ്ങനെ ഓടി കളിക്കാലോ അവനക്ക്. പിന്നെ കിച്ചണക്ക് വലിപ്പം വേണ്ടിട്ടുണ്ട്. കാരണം കിച്ചൺ വലിപ്പമാകുമ്പോഴാണ് നമുക്ക് കുക്ക് ചെയ്യുമ്പോഴേക്ക് ഭയങ്കര വലിപ്പം. കാരണം മുമ്പ് നിന്നതും അത്ര വലിപ്പുണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ഞാൻ മെയിൻ ആയിട്ട് ഷാമിയാക്കോട് റൂം നോക്കുന്ന സമയത്ത് നോക്കിണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ കണ്ടപ്പോൾ ഇഷ്ടമായിട്ട്. കാരണം ഹോള് നല്ല വലിപ്പുണ്ട്, റൂം നല്ല വലിപ്പുണ്ട്, കിച്ചണും നല്ല വലിപ്പുണ്ട്. എനിക്ക് മെയിൻ ആയിട്ട് ഞാൻ നോക്കാനുള്ള കാരണം കണ്ട ഇപ്പൊ ഇങ്ങനെയാണ് അലമ്പേഷാണ്. അതുകൊണ്ട് ഞങ്ങൾ ടാബ് കൊടുത്തിരിക്കും. എന്നിട്ട് വലിയ കാര്യമില്ല വന്ന് കണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഡോർ തുറന്നിട്ട് നമുക്ക് മെയിൻ ഏരിയ തന്നെ കണ്ടു തുടങ്ങാം അല്ലെ. വായോ. അപ്പൊ ഇതാണ് ഡീറ്റെയിൽസ്. അപ്പൊ ചോദിച്ചവർക്ക് ഞാൻ പറയണേ, നല്ല അത്യാവശ്യം നല്ല റൂമാണ്. റൂമിന്റെ റെന്റ് ചോദിച്ചവർക്ക് വേണ്ടി പറയണേ, റെന്റ് 3000 ആട്ടോ മന്ത്ലി. പിന്നെ നമ്മൾ എക്സ്ട്രാ 100 നമ്മള് നെറ്റിന് ചാർജ് കൊടുക്കണം. എക്സ്ട്രാ 100 നമ്മൾ നെറ്റിന് ചാർജ് കൊടുക്കണം. അതാണ് കാരണം ഖത്തറിൽ ഏകദേശം നമുക്ക് 1 BHK ഒക്കെ നല്ല റേറ്റ് വരും. റൂം അത്ര അഫോർഡബിൾ അല്ല, അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇത്ര അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമിൽ. പിന്നെ അൺഫർണിച്ചർ ആട്ടോ, ഫർണിച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല നമ്മൾ വരുമ്പോ. അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് റൂം വിശദമായിട്ട് കാണാം. കമോൺ. അലമ്പേഷ്, എല്ലാത്ത അലമ്പേഷാണത്. കേറി വരുന്ന ഏരിയക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ലോണ്ടറി ബാസ്ക്കറ്റും സംഭവങ്ങളൊക്കെ ഈ മുക്കിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മുക്കിലായിട്ട് നമ്മൾ വെള്ളം എടുക്കാനുള്ള, വാട്ടർ എടുക്കാനുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ബാത്റൂം, അത്യാവശ്യം വലുപ്പമുള്ള ബാത്റൂമാണ്. ഇവിടെയാണ് നമ്മള് വാഷിംഗ് മെഷീൻ ഉണ്ട്. പിന്നെ ക്ലോസറ്റ്, നമ്മളെ കണ്ണാട സാധനങ്ങളൊക്കെ ഇവിടെ നമ്മൾ 3 മേടിച്ച 2 സാധനങ്ങളായിട്ട് നമ്മള് ഫേസ് വാഷ് സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട്. ബാത്റൂം അങ്ങനെ നമ്മൾ വിശദമായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമുക്ക് റൂമിലേക്ക് കിടക്കാട്ടോ. അപ്പൊ ഈ സൈഡില് റൂം, ഈ സൈഡില് ബാത്റൂം, ആ സൈഡില് ഹോള്. അങ്ങനെയാണ്. കയറി വരുമ്പോ തന്നെ 3 കോർണർ പോലെ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് റൂമിലേക്ക് കിടക്കാം. അപ്പൊ റൂമില് ഷാമിയാക്ക കണ്ടില്ലേ, ഷാമിയാക്ക ഇങ്ങനെ ഓരോ ലൈറ്റ് ഒക്കെ വെച്ചിട്ട്, ഷാമിയാക്കൊക്കെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടം LED ലൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ വെച്ച് സെറ്റ് ആക്കിയൊക്കെ ഇട്ടാ. ഇവിടെ ഐബു ആണെങ്കിൽ ഇടയിൽ കൂടെ കളിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങോട്ട് വരുമ്പോ ഇത് ഷാമിയാക്കൊക്കെ ഇഷ്ടമായിട്ടൊരു കസാര മേടിച്ചാട്ടാ. നല്ല അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ. ഇത് അങ്ങനെ ഞാൻ ഇരിക്കാറൊന്നുമില്ല. ഇങ്ങനെ കിടന്നിട്ട് ഇതിലിങ്ങനെ തിരിയാ. ഹായ്, നല്ല രസല്ലേ ഇങ്ങനെ കിടന്ന് തിരിയാ. അബു കയറിക്കോ. തിരികെ കിടന്നിട്ട്. പിന്നെ അത്യാവശ്യം വലിയ നല്ല ബെഡാണ്, അല്ല കട്ടിലാണ്. അപ്പൊ നമുക്ക് 3 ആൾക്കും അത്യാവശ്യം കിടക്കാം. ഐബു നല്ലപോലെ ഉരുണ്ട് കളിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം വലിയ ബെഡാണ്. പിന്നെ നമുക്ക് കട്ടിലിന്റെ സൈഡിലായിട്ട് നമ്മൾ 2 കുഞ്ഞു ടേബിളുകൾ വെച്ചിട്ടുണ്ട്. ലൈറ്റ് എടുത്ത്. അപ്പൊ നമ്മള് ബെഡിന്റെ 2 സൈഡിലായിട്ട് 2 കുഞ്ഞു ടേബിളുകൾ വെച്ചിട്ടുണ്ട്. ആ കുഞ്ഞു ടേബിളിൽ നമുക്ക് അത്യാവശ്യം നമ്മളെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പോലത്തെ. പിന്നെ 2 ലാമ്പും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഷാമിയാക്കയുടെ ഓരോ
സാധനങ്ങളായിട്ട് ലൈറ്റ് ലാമ്പ്. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് തെമ്മൂന്ന് മേടിച്ചത് ഈ മാക്രംസ്. അത് നമ്മൾ ഈ റൂമിനായിട്ട് സെറ്റ് ആയിട്ട് കളർ കോമ്പിനേഷൻ വൈറ്റ് ആൻഡ് കണ്ടില്ലേ ഗായ്സ്, ഇതൊക്കെയാണ് ഇവനിപ്പോ എങ്ങനെയാന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഇതാണ് ഞങ്ങൾ അലംബേഷ് മോന്. പിന്നെ ഞങ്ങൾക്ക് 2 കബോർഡ് ഉണ്ട്. ഇത് ഇന്ത്യ ഷാമ്പയൊക്കെ ഡ്രസ്സ് വെച്ചുള്ള സാധനങ്ങള്. ഇത് ഐബൂന്റെ. ഇതൊന്നും ഞങ്ങൾ തുറന്ന് കാണിച്ചിട്ടില്ല, കാരണം ഡ്രസ്സൊക്കെ നല്ല അലമ്പായിട്ട് കിടക്കണേ. മേലെ പിന്നെ നമ്മള് ബാക്കിയുള്ള പെട്ടികളും സാധനങ്ങളും ഓൺലൈനിൽ വന്ന സാധനങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് നല്ല നല്ല സോഫ്റ്റ് ഉള്ളൊരു മാറ്റ്. ഇതും ഷാമയൊക്കെ തെമ്മൂന്ന് മേടിച്ചാണ്. ഇവിടെ കൂടുതൽ സാധനങ്ങൾ തെമ്മൂന്ന് മേടിക്കും. തെമ്മൂന്ന് നമുക്ക് അഫോർഡബിളും ആണ്. നല്ല സാധനങ്ങൾ, നല്ല ക്യൂട്ട് സാധനങ്ങളും കിട്ടും. അപ്പൊ നമ്മൾ ഡ്രസ്സിംഗ് ടേബിൾ മേടിക്കാനുള്ള ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഷാമയൊക്കെ ഈ ബെഡ് സെറ്റ് മേടിക്കാൻ പോയി പിന്നോട് പറഞ്ഞ് ഡ്രസ്സിംഗ് ടേബിൾ നല്ല ഓഫറിലുണ്ട് മേടിക്കണോ വെച്ചപ്പോ ഞാൻ പിന്നെ അങ്ങനെ മേടിച്ചു. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഡ്രസ്സിംഗ് ടേബിൾ ആണ്. ഇതിൽ നല്ല 4 റോസും ഇതൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ അത്യാവശ്യം വെക്കാം. പിന്നെ നല്ല വലിയ മിററാണ്, നല്ല അടിപൊളിയായിട്ട് മിറൽ. പക്ഷെ എനിക്ക് മിററിൽ നോക്കി ഒരുങ്ങാനുള്ള സമയമൊന്നും കിട്ടാല്ല. കണ്ടില്ലേ ഇപ്പൊ ഒരു മാസം നിങ്ങൾ കണ്ടില്ലേ, ഞാൻ 5 മിനിറ്റ് ടെപ്പെന്ന് ഒരുങ്ങി പോവാ. ഇങ്ങനെ ഞാൻ വിചാരിക്കും ഈ കസാരൊക്കെ വെച്ച് ഇവിടെ ഇരുന്ന് ഒരുങ്ങണമെന്ന്. അങ്ങനെ ഇതുവരെ പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ ഷാമേക്കത് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഷാമേക്കയുടെ ഓരോ കലാവിരുദ്ധകൾ. പിന്നെ നമ്മൾ മെയിൻ സാധനമുണ്ട്. ഇപ്പൊ അലക്സയോട് എന്തെങ്കിലും പറഞ്ഞേ. അലക്സ ഡോഗ് സൗണ്ട് പറയും. അലക്സ കൗ സൗണ്ട് പറയും. ഈ അലക്സ എന്താ വെച്ചാ എന്റെ ജൂലമാട് വീട്ടിലുണ്ട്. അപ്പൊ ഐബൂന് വേണം പറഞ്ഞപ്പോ അമ്മ അങ്ങനെ നാട്ടിൽ നിന്ന് കൊടുത്തിട്ട് ഇവിടെ വെച്ചേക്കേട്ടാ. രാത്രി ആകുമ്പോ ഐബും ഷാമയെക്കൂടെ അലക്സയോട് സംസാരിച്ച് കളിച്ചിട്ടൊക്കെ കിടക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം വലുപ്പം. അപ്പൊ റൂമിന് പറ്റിക്ക് അങ്ങനെ എടുക്കുന്ന സമയത്ത് വലിയ കൺസേൺ ഉണ്ടെന്നില്ല കേട്ടോ. റൂം ഇത്ര വേണം. പക്ഷെ നമ്മൾ വിചാരിച്ചായിട്ട് നല്ല അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ്. ഈ ഐബൂന് ഓടി കളിക്കാനുള്ള പറ്റിയല്ല അതുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വായോ. അപ്പൊ റൂമിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ഞാൻ പറഞ്ഞില്ല, ഇതാണ് നമ്മളെ കോറിഡോർ ഏരിയ, നമ്മള് ലോണ്ടറി സാധനങ്ങൾ ഇതൊക്കെ. അപ്പൊ നമ്മള് ഇവിടെ ഹോളുള്ളത്. അപ്പൊ ഹോൾ ഞാൻ നേരത്തെ കാണിച്ചത് പോലെ ഇവിടെ വലിയ കൗച്ചുണ്ട്. നമുക്ക് നമ്മൾ ഫ്രിഡ്ജ് ഹോളിലായിട്ട് വെച്ചേക്കണ്. കാരണം കിച്ചണിൽ വെച്ചാൽ സ്പേസ് പോകുമല്ലോ കിച്ചണിൽ വെച്ചിട്ട് ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കുഞ്ഞൊരു ടേബിൾ ഉണ്ട്. ഇതിലാണ് ഷാമയൊക്കെ ഇസ്ത്രി ഇടാനും അയൺ ചെയ്യാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് നല്ല അത്യാവശ്യം വലിയൊരു TV ഉണ്ട്. TV യൂണിറ്റ് ഉണ്ട് അടിയില്. പിന്നെ സൈഡിലായിട്ടാണ് ഐബുവിന്റെ കളിക്കണ ഏരിയ ആയിട്ട്. അവിടെയാണ് അവന്റെ ബോള് ബൈക്ക് അവനെ ഒതുക്കിയിരുത്തിയേക്കണം അവിടെ. പിന്നെ നമ്മൾ ക്യൂട്ട് ഒരു ചെറിയ ഡൈനിങ് ടേബിൾ ഉണ്ട്. ഇതാകുമ്പോ നമുക്ക് മുക്കിലിരിക്കുകയും ചെയ്യും, അത്ര സ്പേസ് പോലും. നമ്മളിവിടെ അങ്ങനെ ഇരിക്കാറൊന്നുമില്ല അല്ലെ. ഇടയ്ക്ക് ഐബു ഇതുപോലെ വിക്രസ് ആയിട്ടുമ്പോൾ തിന്നാൻ സമയക്കാതിരിക്കുമ്പോൾ മാത്രം ഞങ്ങള് ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യുള്ളൂ. ഞങ്ങൾ മിക്ക സോഫയിൽ ഇരുന്നിട്ട് TV ആയിട്ടാണ് ഭക്ഷണം കഴിക്കുക. പിന്നെ ഞാൻ ഫുൾ ടൈം ഉണ്ടാവുന്ന ഏരിയ കിച്ചണിലോട്ട് സ്വാഗതം. അപ്പൊ കിച്ചണിൽ വരുമ്പോ നമുക്കിപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ലൈറ്റ് കത്തുന്നതായിരിക്കും. ഇതൊക്കെ ഷാമയാക്കയുടെ കലാവിരുദ്ധകളാട്ടെ. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ലൈറ്റുകളൊക്കെ നമ്മൾ വരുമ്പോ സെൻസറായിട്ട് ലൈറ്റ് കത്തും. അപ്പൊ മറ്റേ ലൈറ്റ് ഇടും. കണ്ട കിച്ചണ് ഇപ്പൊ ഇതുപോലെ അത്യാവശ്യം വലിപ്പുണ്ട്. കാരണം ഇക്കിപ്പോ ഇവിടെ ഞാൻ ഇവിടെ നിൽക്കുക വെച്ചാൽ ഐബൂന് ഒരു ടോയ്സെറ്റ് കൊടുക്കുകയാണെങ്കിലും കളിക്കാൻ പറ്റും. ഇങ്ങനെ ഇതൊക്കെ നല്ല ഇഷ്ടമായി കിച്ചൺ അത്യാവശ്യം. കാരണം നമുക്ക് ഗൾഫിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാണ് കിച്ചൺ. ഏത് റൂം ഇട്ടാലും കിച്ചൺ കുട്ടിയോ. അതായത് ഇപ്പോ ഈ ഏരിയ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇത്ര വലിയ കൗണ്ടർ ഡ്രോപ്പ് ഉണ്ടാവില്ല. അപ്പൊ ഇക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ കൗണ്ടർ ഡ്രോപ്പ് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ കിച്ചണാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇവിടെ ഇഷ്ടമായത്. അപ്പൊ നമ്മൾ കിച്ചണിലായിട്ട് നമ്മളിവിടെ മിക്സി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കയ്യിലും സംഭവം ഒക്കെ ഇടാനുള്ള ഒരു ഇത്. പിന്നെ ഇതിന്റെ ഉള്ളി ഉരുളങ്കിഴങ്ങ് സ്പൈസസിന്റെ ഒക്കെ ഒരു കോർണർ ഇവിടെ സ്പൈസസിന്റെ കോർണറാണ്. ഇത് ഞാൻ ആമസോണിൽ മേടിച്ചത്. നല്ല സാധനം കേട്ടോ, ആമസോണിൽ മേടിച്ചത്. ഇത് ഷാമയൊക്കെ തെമ്മൂന്ന് മേടിച്ച ഓയിലും വെളിച്ചെണ്ണ വെക്കാനുള്ള ഒരു കോർണറ്. പിന്നെ ഷാമയൊക്കെ ഇത് നമുക്ക് മേടിച്ചാണല്ലേ. അത് നമുക്ക് ഓവണ് ചൂടാക്കാനൊക്കെ പറ്റും. വേറെ വലിയ പർപ്പസിനൊന്നും പറ്റില്ല. ഞാൻ ചൂടാക്കാനൊക്കെ ഉള്ളതല്ലാണ്ട് വേറെ ഓവണിൽ ഉണ്ടാക്കാനൊക്കെ അറിയില്ല. പിന്നെ നമുക്കൊരു 3 ബേർണറുള്ള സ്റ്റൗ ഉണ്ട് ഇവിടെ. പിന്നെ ഞങ്ങൾ ഒട്ടിച്ചായിട്ട് ഇതൊക്കെ തെമ്മൂന്ന് നമ്മൾ സ്റ്റിക്കർ അടിച്ച് ഒട്ടിച്ചതാണ്. അതിൽ കിച്ചൺ ഈ സംഭവങ്ങളൊക്കെ. പിന്നെ ഇവിടെ നമുക്ക് അടിയില് പാത്രങ്ങളൊക്കെ വെക്കാനുള്ള സംഭവങ്ങള്. ഇത് നമുക്ക് പ്ലേറ്റും സംഭവങ്ങളൊക്കെ. ഇവിടെ നമുക്കൊരു സിങ്ക്. പിന്നെ ഇങ്ങോട്ട് ആയോ. ഇത് നല്ല യൂസ്ഫുൾ ഉള്ള സാധനം കേട്ടോ. ഇത് ഷാമയൊക്കെ തെമ്മൂന്ന് മേടിച്ചതാണ്. നമുക്ക് മോപ്പും ചൂലൊക്കെ നമുക്ക് തൂക്കിയിടാൻ പറ്റും. അപ്പൊ ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ വെക്കാം, നല്ല സൗകര്യം. ഇപ്പൊ നമ്മള് വാഷ് ബേസിറ്റ് സാധനങ്ങളൊക്കെ ഇവിടെ നമ്മള് കുറിക്കണ സാധനങ്ങളും സ്പൈസസ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചുള്ള സാധനം. അപ്പൊ ഇതാണ് മൊത്തത്തില്. പിന്നെ ഗ്യാസും കുറ്റി നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെക്കാനുള്ള ഏരിയ ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ വെച്ചേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ
കുക്ക് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല. ലൈബ് വന്നാൽ മാത്രമാണ് കുറച്ച് ലൈബ് അങ്ങനെ എൻ്റെ ഒപ്പം കിച്ചണിൽ ഇങ്ങനെ പണിയെടുക്കണം മറ്റും അങ്ങനെ വാശി പിടിക്കാറൊന്നുമില്ല. അപ്പൊ പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പൊ അത്രയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും റൂം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ചോദിച്ചവർക്കുള്ള ഡൗട്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല റൂമാണ്. റെന്റ് കുറച്ച് കൂടുതലുണ്ട്, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ കാരണം ഖത്തറിൽ അത്യാവശ്യം ഇങ്ങനത്തെ നല്ല റൂമിന് റെന്റ് അത്യാവശ്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ പൈബൂന്റെ കൂടി വെച്ചിട്ടാണ് അത്യാവശ്യം വലുപ്പമുള്ള. കാരണം അവനെ അറിയിപ്പ് കണ്ടില്ലേ, ഓടി കളിക്കലും മറ്റേതാണ്. അവനെ ഒതുക്കിയിരുത്താൻ കുറച്ച് പണിയാണ്. അപ്പൊ നമ്മൾ ചെറിയ റൂമാകുമ്പോൾ അവനക്ക് ഇങ്ങനെ ചെറിയ സറൗണ്ടിങ്ങിലാവൂലേ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.